ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AD അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ്സുമായിട്ടാണ്. ആ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ വീഡിയോയിലേക്ക് പോവാം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് വരാൻ പോകുന്ന മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള സിനിമയാണ് ലൂസിഫർ 2 അഥവാ എമ്പുരാൻ. സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള പൃഥ്വിരാജ് തന്നെ കൺഫേം ചെയ്തിരുന്ന കാര്യമാണ് ലൂസിഫറിന് രണ്ടാം ഭാഗമായിട്ടുള്ള എമ്പുരാൻ മാത്രമായിരിക്കില്ല, മൂന്നാം ഭാഗം അഥവാ ലൂസിഫർ 3യും കൂടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കൺഫേം ചെയ്തിരുന്നതാണ്. എന്നാലിപ്പോൾ ലൂസിഫർ 3നെ കുറിച്ച് ഒരു റൂമർ വന്നിട്ടുണ്ട്. ലൂസിഫർ 3യിൽ പൃഥ്വിരാജ് ലാലേട്ടനെയും പ്രഭാസിനെയും വെച്ചിട്ടാണ് ലൂസിഫർ 3 ചെയ്യാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന റൂമറുകളൊക്കെ പറയുന്നത്. ലൂസിഫർ 3യുടെ ഭാഗമായിട്ട് എമ്പുരാനിൽ പ്രഭാസിൻ്റെ ഒരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദളപതി 69 സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ജൂൺ 22 ദളപതി വിജയുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് പുറത്തുവിടും. ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ അപ്ഡേറ്റ്, ഗോട്ടിൽ ദളപതി വിജയ്ക്ക് DAGing ടെക്നോളജി യൂസ് ചെയ്തിട്ട് ദളപതി വിജയിനെ യങ്ങായിട്ട് കാണിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റ് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് ദളപതിക്ക് മാത്രമല്ല ഗോട്ടിലെ DAGing ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളത്. ഗോഡ് സ്ക്വാഡിലെ എല്ലാവർക്കും DAGing ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഗോട്ടിൽ ഏജ്ഡ് ആയിട്ടുള്ള ദളപതിക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്നും ആ ഫ്ലാഷ് ബാക്ക് നമ്മളൊന്ന് വിചാരിക്കുന്നതിലും മാരകമായിട്ടുള്ള ഫ്ലാഷ് ബാക്ക് ആണെന്നുമാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളൊക്കെ പറയുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ്, ഗോട്ടിൻ്റെ സെറ്റിൽ വെച്ച് ഇപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ആ ഇഷ്യൂ എന്ന് പറയുന്നത് ഗോട്ടിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതുച്ചേരിയിൽ വെച്ചിട്ടാണ്. അവിടെ ബീച്ചിലും പരിസരത്തും ഗോട്ടിൻ്റെ ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാരും ജനങ്ങളും മൊത്തം പേടിച്ച് ഫുൾ സീനായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഗോട്ടിൻ്റെ പേരിൽ വരാൻ പോകുന്നത്. നാലാമത്തെ അപ്ഡേറ്റ്, ഇപ്പോൾ ഗോട്ടിൻ്റെ തീമിനെ കുറിച്ച് ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് 2004 മോസ്കോ മെട്രോ ബോംബിങ്ങിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എടുത്ത ഒരു ത്രില്ലറാണ് ഗോട്ട്. തിരക്കേറിയ ഒരു സബ്വേയിൽ ഒരു സൂയിസൈഡ് ബോംബ് പൊട്ടിത്തെറിക്കുകയും ഡസൻ കണക്കിന് ആളുകൾ മരിച്ചു വീഴുകയും ചെയ്യുന്നു. ഇതിന് കാരണക്കാരാരാണോ അവരെ തേടി കണ്ടുപിടിക്കുന്നതുമായിട്ടുള്ള ഒരു സൈഫൈ ത്രില്ലറാണ് ഗോട്ടെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. സ്റ്റോറി ഇത് തന്നെയാണോ എന്ന് ഒരു ഉറപ്പുമില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കിട്ടി, നമ്മളത് നിങ്ങളെ അറിയിച്ചു, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, അല്ലായിരിക്കാം. അതൊക്കെ പടം വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ. എന്തായാലും സെപ്റ്റംബറിലാണല്ലോ റിലീസ്, വെയിറ്റ് ചെയ്യാം. സോ ഇത്രയുള്ള അപ്ഡേറ്റ്സ്. ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബൈ ഗൈസ്.